ഇരിക്കൂ. പറയൂ, എന്തു പറ്റി? അതെ ഡോക്ടർ, ഞങ്ങൾ വന്നത് അസുഖത്തിന് ചികിത്സിക്കാനൊന്നുമല്ല. പിന്നെ? ഡോക്ടറോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാനും എൻ്റെ വൈഫും കൂടി ഇങ്ങോട്ട് വന്നത്. സഹായം? എന്തു സഹായം? CKC തട്ടിക്കിട്ടു പോയി ഒളിവിൽ പാർപ്പിച്ചിരുന്ന പ്രണവ് എന്നൊരാളിനെ ഡോക്ടറല്ലേ ചികിത്സിച്ചത്? ആ പ്രണവ് എൻ്റെ ബ്രദറാണ്. ഇതെന്റെ ഭാര്യ നിധി. CKC അല്ലേ ഡോക്ടറോട് പ്രണവിനെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്നും അവനെ ചികിത്സിക്കണമെന്നും പറഞ്ഞത്? ഡോക്ടർ എന്താ ഒന്നും പറയാത്തത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ CKC? ആരാണ് ഈ പ്രണവ്? നിങ്ങളോടാരാ എന്നെക്കുറിച്ച് പറഞ്ഞത്? ഡോക്ടർ, നിങ്ങൾ വെറുതെ കള്ളം പറയണ്ട. CKC നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പവിത്രൻ തന്നെ വ്യക്തമായിട്ട് ഞങ്ങളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് ഡോക്ടർ. പവിത്രനോ? ഏത് പവിത്രൻ? പ്രണവിനെ ചികിത്സിച്ച് കഴിഞ്ഞ് ഡോക്ടർ തിരിച്ചു പോകുമ്പോ പവിത്രനും ഡോക്ടറുടെ കൂടെ കാറിൽ കയറിയില്ലേ? ഡോക്ടറല്ലേ അയാളെ വഴി കൊണ്ടുവിട്ടത്? രണ്ടുപേരും അങ്ങ് എഴുന്നേറ്റേ. ഇതിപ്പോ OP ടൈമാ. ഒരുപാട് പേഷ്യൻസ് ഇപ്പൊ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പാഴാക്കാനുള്ളതല്ല എന്റെ ഈ സമയം. നിങ്ങൾ പറഞ്ഞ ഈ ആൾക്കാരെ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ആള് ഞാനുമല്ല. അതെ, നിങ്ങൾക്കെന്തോ അബദ്ധം പറ്റിയതാ. പ്ലീസ് രണ്ടുപേരും ഒന്ന് പുറത്തു പോകണം. ഡോക്ടർ പ്ലീസ്, ഞങ്ങൾക്ക് ആള് മാറിയതല്ല. പക്ഷേ ഡോക്ടർ ഞങ്ങളിൽ നിന്നും പലതും മറച്ചു പിടിക്കുകയാണ്. എന്റെ ബിസിനസ് തകർക്കുന്നതിന് വേണ്ടിയാണ് CKC എന്റെ അനിയനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ടത്. ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ ജയിലിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പവിത്രൻ എനിക്ക് അനുകൂലമായി മൊഴി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു വന്നത്. സത്യം കോടതിയിൽ തെളിയിക്കപ്പെടണം ഡോക്ടർ. ഡോക്ടർ കോടതിയിൽ വന്ന് CKC പറഞ്ഞിട്ടാണ് പ്രണവിനെ ചികിത്സിക്കാൻ പോയതെന്ന് ഒരു മൊഴി പറഞ്ഞാൽ മാത്രം മതി. അതോടെ സത്യം കോടതിക്ക് ബോധ്യവും. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞുപോയ പ്രണവ് സത്യം മനസ്സിലാക്കി വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യും. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? CKC എന്നോ പ്രണവെന്നോ കുറെ പേരുകളൊന്ന് പറയുക, എന്നിട്ട് കോടതി വന്ന് മൊഴി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക. മര്യാദയുടെ ഭാഷയിലാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. ഇനി എന്റെ സ്വഭാവം മാറ്റരുത്. നോക്ക് ഡോക്ടറെ, ശബ്ദം ഉയർത്തണ്ട. ഡോക്ടർ വന്നൊരു മൊഴി കൊടുത്താൽ ചിലപ്പോ മാപ്പ് സാക്ഷിയുടെ ഒരു ആനുകൂല്യം കിട്ടിയെന്നിരിക്കും. അതല്ല, ഞങ്ങളുടേതായ വഴിയിൽ വേറെ തെളിവുണ്ടാക്കി CKCയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് കോടതിയിൽ ഞങ്ങൾ തെളിയിച്ചാൽ CKCക്ക് കൂട്ടുനിന്ന ഡോക്ടറും ഈ കേസിൽ പ്രതിയാവും. ഒരു സംശയമില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു ക്രിമിനൽ കുറ്റം നടന്നെന്നറിഞ്ഞിട്ടും അത് മറച്ചു വയ്ക്കുന്നതും ഗൗരവമുള്ള കുറ്റം തന്നെയാണ് ഡോക്ടറെ. കൊള്ളാലോ, ഭയപ്പെടുത്തുകയാണോ? ഇത്തരം വിരട്ടലുകളിലൊന്നും വീഴുന്ന ആളല്ല ഞാൻ. വേഗം സ്ഥലം കാര്യാക്കാൻ നോക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ഗെറ്റ് ഔട്ട്. ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല. വരാൻ പോകുന്ന നടപടികൾ ഇനി ഡോക്ടറും കൂടെ നേരിട്ടോളൂ. വാ നിധി. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലേ? സാറ് നേരത്തെ തന്നെ എത്തി വിവരങ്ങൾ ധരിപ്പിച്ചതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. ഒന്നും അറിയാതിരിക്കുമ്പോഴാണ് അവർ വന്നിരുന്നെങ്കിൽ സത്യങ്ങളും മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഞാനങ്ങ് കീഴടങ്ങിയേനെ. നടന്ന സംഭവങ്ങള് ഒരക്ഷരം തെറ്റാതല്ലേ അവര് പറഞ്ഞത്. എന്നെയും പ്രതിയാക്കുമെന്ന് പറഞ്ഞു പേടിപ്പിച്ചാലേ സാറ് തന്നെയാ പ്രണവിനെ പിടിച്ചോണ്ട് പോയെന്ന്
ഞാനങ്ങ് പറഞ്ഞുപോയേനെ. കോടതി ചെന്നിട്ടേ മൊഴി കൊടുക്കാന്നും പറഞ്ഞുപോയേനെ. ഞാനാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് സത്യം കോടതിയിൽ തെളിയിക്കാൻ പവിത്രനല്ലാതെ പിന്നെയുള്ള ഒരേ ഒരു സാക്ഷി ഡോക്ടറാ. ഡോക്ടറെങ്ങാനും ഉള്ള സത്യം കോടതിയിൽ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും അകത്തുപോയേനെ. എന്നാലും ഞാൻ നന്നായി പെർഫോം ചെയ്തില്ലേ സാറേ? അല്ലെങ്കിലും താനൊരു ഉഗ്രൻ നടനല്ലേടോ. എന്തു പറ്റി? രണ്ടുപേരും വേർത്തുപോയോ? നിങ്ങൾ പറഞ്ഞത് വല്ലതും ഞങ്ങൾ കേട്ട് കാണോ എന്നുള്ള പേടിയാണോ? പേടിക്കണ്ടെന്നേ. എന്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വേണ്ടി വന്നതാ. അല്ല ഡോക്ടറെ, ഒരു സംശയം ചോദിച്ചോട്ടെ. CKC എന്നൊരാളിനെ കുറിച്ച് പോലും അറിയില്ല എന്നല്ലേ ഡോക്ടർ നേരത്തെ പറഞ്ഞത്? ഇപ്പോ രണ്ടുപേരും കൂടി കളിയും ചിരിയും വർത്തമാനവും ഒക്കെ ആണല്ലോ. ഏതാനും മിനിറ്റുകൾക്കകം രണ്ടുപേരും നല്ല ഡീപ് ഫ്രണ്ട്ഷിപ്പിലായി അല്ലേ? പവിത്രം പറഞ്ഞത് നേരാണ്. ഡോക്ടർ ജയറാമും ഞങ്ങളുടെ കേസിലെ CKCയുടെ കൂട്ടുകക്ഷി തന്നെയാണ് അല്ലേ? ശോ, വെറുതെ പവിത്രനെ തെറ്റിദ്ധരിച്ചു. ലക്ഷണവശാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ ഈ സൗഹൃദം മുന്നോട്ട് പോവുകയാണെങ്കിൽ CKC തനിച്ചായിരിക്കില്ല. ഒപ്പം ഈ ആശുപത്രിയും പൂട്ടിക്കെട്ടി ഡോക്ടർക്കും CKCയുടെ കൂടെ ജയിലിലേക്ക് പോവാം. അപ്പൊ ഇനി എല്ലാം പറഞ്ഞ പോലെ നമുക്കിനി ജയിലിലേക്ക് പോകുന്ന വഴിയെ കുറിച്ച് ചിന്തിക്കാം. ഇറങ്ങട്ടെ സാറന്മാരെ? എടാ, നീയെന്നല്ല നിന്റെ അപ്പം വിചാരിച്ചാലും എന്നെ ജയിലിലേക്ക് അയക്കാന്ന് കരുതണ്ട.